ഡാൻസിംഗ് ഗേൾ ശില്പ വിവാദത്തിൽ തിരുത്തലിന് NCERT യഥാർത്ഥ രൂപം പാഠപുസ്തകത്തിന്റെ ഭാഗമാക്കാൻ NCERT തീരുമാനിച്ചു. പുസ്തകത്തിന്റെ ഓൺലൈൻ പതിപ്പിൽ ഉടൻ മാറ്റം വരുത്തും. കൂടുതൽ വിവരങ്ങൾ ബി ബാലഗോപാൽ നൽകും. ബാലു, ഈ ശില്പത്തിന്റെ സ്വാഭാവിക ഭംഗിയെയും അതിന്റെ സംസ്കാരത്തെയും തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റമായിരുന്നു പാഠപുസ്തകത്തിൽ വരുത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിനെതിരെ അധ്യാപകരും ശില്പകാരന്മാരും അടക്കം വലിയ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ NCERT കടക്കുന്നത്. സിന്ധു നദീതട സംസ്കാരത്തിലെ ഏറ്റവും പ്രശസ്തമായ അടയാളങ്ങളിലൊന്നായ മൊഹൻജദാരോയിലെ ഡാൻസിംഗ് ഗേൾ വെങ്കല ശില്പം ഈ NCERTയുടെ പുതിയ പാഠപുസ്തകത്തിൽ പ്രത്യക്ഷപ്പെട്ടത് വസ്ത്രം ധരിച്ച രൂപത്തിലായിരുന്നു. ഈ ശില്പത്തിന്റെ നഗ്നത മറക്കുന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത ചിത്രമായിരുന്നു 9ാം ക്ലാസ്സിലെ പുതിയ കലാവിദ്യാഭ്യാസ പുസ്തകമായ മതിലുമേൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഇന്നലെ NCERTയോട് അതിന്റെ വിശദീകരണം തേടുകയുമൊക്കെ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് NCERT ഇപ്പോൾ ഈ തിരുത്തൽ വരുത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ യഥാർത്ഥ ചിത്രരൂപം ഈ പാഠപുസ്തകത്തിൽ ഉൾക്കൊള്ളിക്കുവാനാണ് NCERTയുടെ തീരുമാനം. നിലവിൽ കുറെ അധികം പുസ്തകങ്ങൾ അച്ചടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പുസ്തകങ്ങൾ വിപണിയിൽ നിന്ന് പിൻവലിക്കില്ല. മറിച്ച് ഈ പുസ്തകത്തിന്റെ ഓൺലൈൻ പതിപ്പിൽ ഉടൻ തന്നെ മാറ്റം വരുത്തുവാനാണ് NCERT തീരുമാനിച്ചിരിക്കുന്നത്. ഇനി പുതുതായി അച്ചടിക്കുന്ന പുസ്തകത്തിലും ഇതേ മാറ്റം വരുത്തുവാനാണ്, അതായത് പുതിയ യഥാർത്ഥ ശില്പത്തിന്റെ യഥാർത്ഥ രൂപം ഉൾക്കൊള്ളിക്കുവാനും NCERT തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക തീരുമാനം, അതായത് ഈ തത്വത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമായിട്ടുള്ള ഔദ്യോഗികമായ തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ശരി, ഡാൻസിംഗ് ഗേൾ ശില്പ വിവാദത്തിലാണ് NCERT തിരുത്തലിന് തയ്യാറായിരിക്കുന്നത്. ബി ബാലഗോപാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.